ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും ചോറിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്ത് അവരെ വണ്ടറടിപ്പിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കറി നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചക്കായ കൊണ്ടാണ്. ഇതിനായിട്ട് ഏത്തക്ക, കറിക്ക, പാളങ്കോടൻ, ഞാലിപ്പൂവൻ ഇതൊക്കെ ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് പൊന്തങ്കായാണ്. ഈ കറിക്കായ എന്നൊക്കെ പറയുന്ന കായ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഞാലിപ്പൂവൻ്റെ പച്ചക്കായാണ്. ഇതിൻ്റെ തൊലി ഒന്ന് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിക്ക് ആവശ്യം നമുക്കൊരു തക്കാളി കൂടി ആവശ്യമുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ട് 3 വിസിലൊന്ന് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കായ പാകത്തിന് കിട്ടും. അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കായ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാൻ വളരെ എളുപ്പമാണ്. കണ്ടോ, കായ വേകുകയും ചെയ്യും, തൊലി വേഗം പൊളിഞ്ഞു പോവുകയും ചെയ്യും. തൊലി പൊളിച്ച് എടുത്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാൻ മിക്സി വെച്ച് അടിച്ചെടുക്കരുത്. ഇതിങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് പിന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ സ്മാഷർ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഒരു ഒട്ടൽ പോലെ വരുന്നതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഉടയ്ക്കുന്നതായിരിക്കും എളുപ്പമേ. ഇപ്പോൾ കായ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കറി മസാല കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് മഞ്ഞൾ. ഇനി 2 ടീസ്പൂണ് കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് ഇല്ലെങ്കിൽ പൊട്ടുകടല മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. ഇനി അതും ഇല്ലെങ്കിൽ 1 ടീസ്പൂണ് കോൺഫ്ലോർ ചേർക്കാം. അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ ഒരു ഈക്വലായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് അതോ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ച നേന്ത്രക്കായയും ഈ ഞാലിപ്പൂവൻ്റെ പച്ചക്കായയും ഒക്കെ പുഴുങ്ങുമ്പോൾ ആ കായ്ക്ക് നല്ല പൊടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി അത് ചെറിയ ബോളുകളാക്കി എടുക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോളുകൾ, ഒത്തിരി വലുതാകരുത്. അല്ലെങ്കിൽ ഒരു സാധാരണ ഒന്നും കൂടെ ചെറുതാക്കി വേണമെങ്കിലും എടുക്കാം. ചെറിയ ഒരു സാധാരണ നെല്ലിക്ക വലിപ്പത്തിൽ, ചെറുനാരങ്ങ വലിപ്പമൊന്നും ആവരുത്. എന്നിട്ട് ഇതൊരു കുറച്ച് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ഈ കായൊക്കെ വെന്തതാണ്. ജസ്റ്റ് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ചുമന്ന് കിട്ടിയാൽ മതി. നല്ലപോലെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുത്താൽ മതി. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുവക്കയൊന്ന് വറുത്ത് കോരുക. എണ്ണയൊന്നും പിടിക്കത്തില്ല, ഒട്ടും എണ്ണ കുടിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഈ ബോൾസ് വറുത്ത എണ്ണയുണ്ടല്ലോ, അതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും 2 കഷ്ണം ഗ്രാമ്പും, ഒരു ബേ ലീഫ്, ഒരു ഏലക്ക, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണ മതി, വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇനി ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴട്ടാം. ഇതൊന്ന് ചുമക്ക വഴറ്റണം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വഴട്ടുക. ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. അപ്പം മാറ്റുമ്പോൾ ഇതുപോലെ ബേ ലീഫ്, ആ കറുവാപ്പട്ടയും ഗ്രാമ്പും അതൊക്കെ സെലക്ട് ചെയ്തൊന്ന് മാറ്റുമ്പോൾ അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടും. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചൊരു തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ അരച്ച് ഒരു പേസ്റ്റാക്കി ഇനി വീണ്ടും ഈ പാനിലേക്ക് തന്നെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടിയൊക്കെ ചേർക്കാം. ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള അതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബോൾസ് കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ആ ബോൾസ് ഇതിനകത്ത് വെള്ളം പിടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് കുറയും. അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണേ. തിളപ്പിക്കുമ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട്
ഇനി നമുക്ക് അതിനകത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ബോൾസ് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ചൂടാക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ കസൂരി മെത്തിയൊക്കെ ചേർക്കാം. ഞാനൊരു നുള്ള് ഗരം മസാല ചേർക്കുന്നുണ്ട്, വേറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നോക്കൂ, നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടിയ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഒരുപാട് ഓയിലോ മസാലകളോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായൊരു കറി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണേ. ചോറിനോ ചപ്പാത്തിക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.